വീട്ടിൽ കാണും നിങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനിപ്പോ അവിടെ പോയേച്ചല്ലേ വരുന്നത്. ഓമനക്കുട്ടൻ വീട്ടിൽ ചെന്നിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം മഹേശ്വരിയമ്മേ, ഇതിനകത്ത് എന്തോ കള്ളക്കളികളുണ്ട്. എന്റെ പേടി അതല്ല. ഈ ഓമനക്കുട്ടൻ എന്ന് പറയുന്നത് ഒരു ലോല ഹൃദയനാണ്. ഈ നാട്ടിലെ ആളുകളുടെ പിത്തലാട്ടം കണ്ട് പേടിച്ച് ഈ ചെറുപ്പക്കാരൻ വല്ല കടുങ്കയ്യും ചെയ്തു കാണുമോ എന്നാ എന്റെ ഭയം. എന്താടാ കാര്യം പറ. വന്നു കൊച്ചമ്മേ. ആര് വന്നു? ഓമനക്കുട്ടൻ സാറ്. അയ്യോ, എവിടെ? നീ കണ്ടോ? ഒറ്റയ്ക്കല്ല, കൂടെ ഒരാളുകൂടി ഉണ്ട്. ആര്? ആരാന്നറിയാമല്ല. വീടിന് മുന്നിൽ കാർ നിൽക്കുന്നത് കണ്ട് രണ്ടുപേരും ഇറങ്ങുന്നത് കണ്ട് അകത്തേ പോകുന്നതും കണ്ടു കൊച്ചമ്മേ. കൂടാര് പിന്നെ? എടാ, അത് ഓമനക്കുട്ടൻ തന്നെയാണോ? ഓമനക്കുട്ടൻ സാർ തന്നെ കൊച്ചമ്മേ. പക്ഷേ എന്നെ കണ്ട് ചിരിച്ചതൊന്നുമില്ല. ഓമനക്കുട്ടൻ സാറ് സാധാരണ എന്നെ കണ്ടാ ചിരിക്കുന്നതാണല്ലോ. ഇല്ല, ഓമനക്കുട്ടൻ സാർ തന്നെ. ശരി, നീ അകത്തേക്ക് പോ. ഞാനൊന്ന് പോയി കണ്ടാലോ? വേണ്ട, നിങ്ങൾ പോകണ്ട. ഞാൻ പോയി കാണാം. എന്നോടാവുമ്പോ ഓമനക്കുട്ടൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അതാ നല്ലത്. ഹലോ, നമസ്കാരം. ഞാൻ പഴയ ബാങ്ക് മാനേജറാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്ന് ചരിത്രത്തിൽ രണ്ടാമതായി പറഞ്ഞത് അത് ഞാനാണ്. മനുഷ്യന്റെ സ്വപ്നമാണല്ലോ സ്വർഗം, റൈറ്റ്? പക്ഷെ ഇവിടെ മാത്രം എന്തേ സ്വർഗത്തു നിന്നും പാവപ്പെട്ട മനുഷ്യർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. കഴിഞ്ഞ 2 ആഴ്ച കാലമായി ഓമനക്കുട്ടനെ പറ്റി യാതൊരു വിവരവുമില്ല. എല്ലാവരെക്കാൾ കൂടുതൽ വിഷമിച്ചത് ഞാനാ. കാരണം ഓമനക്കുട്ടനെ ഈ ഗ്രാമത്തിൽ കൊണ്ടുവന്നത് ഞാനാണ്. അപ്പൊ പിന്നെ അറിയാം. തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോ കാണാൻ ധൃതിയായി. അല്ല, ഓമനക്കുട്ടൻ ഇപ്പൊ കാണാൻ ബുദ്ധിമുട്ടാണ്. എന്താ? മാനസികവും ശാരീരികവുമായി മിസ്റ്റർ ഓമനക്കുട്ടൻ വളരെ ക്ഷീണിതനാണ്. ഇപ്പോൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മതി, കുളി കഴിഞ്ഞിട്ട് മതി, ധൃതിയില്ല. 2.5 മണിക്കൂറെങ്കിലും എടുക്കും മിനിമം കുളി കഴിയാൻ. ഔഷധവീര്യമുള്ള ഒരു പ്രത്യേകതരം കുഴമ്പ് തേച്ച് വേണം കുളിക്കാൻ. ഉവ്വ. നാളെ ബാങ്കിൽ വരുമായിരിക്കുമല്ലോ അല്ലേ? വരണമല്ലോ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല. എന്താ നിർബന്ധമുണ്ടോ? നാം തമ്മിൽ ഇത്ര അടുത്ത സ്ഥിതിക്ക് നാം തമ്മിൽ ഇരിക്കുന്ന കസരയുടെ പോലെ ഉള്ളൂ. പേര് പോലും പറഞ്ഞില്ല. അനാഥൻ. എന്താ? അനാഥൻ. അല്ല, ഈ ഗോപിനാഥൻ, ഭാഗ്യനാഥൻ, രംഗനാഥൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അനാഥൻ നാഥൻ എന്നായിരിക്കും അല്ലേ? ഇഷ്ടം. എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഭാർഗവമനോട് പറഞ്ഞേക്കൂ ഓമനക്കുട്ടൻ മടങ്ങി വന്നിട്ടുണ്ടെന്ന്. റൈറ്റ്? ഉവ്വ. ആരുടെയൊക്കെ ദൈവാധീനം കൊണ്ടാ ഓമനക്കുട്ടൻ മടങ്ങിയെത്തിയത്. പാവം മനസ്സുകൊണ്ട് വളരെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ ചെല്ലുമ്പോ കുളിച്ചുകൊണ്ടിരിക്കുക. വെറും കുളിയല്ല, 2.5 മണിക്കൂർ എണ്ണയും കുഴമ്പും തേച്ചുള്ള കുളിയാ. ഓമനക്കുട്ടൻ നിങ്ങളെ കണ്ട് ചിരിച്ചോ? ചിരിച്ച് കാണണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? അകത്തെ മുറിയിൽ ഇരുന്ന് ചിരിച്ചാൽ പുറത്തിരിക്കുന്ന ഞാൻ എങ്ങനെ അറിയാനാ? നിങ്ങൾ ഓമനക്കുട്ടനെ കണ്ടില്ലേ? ഇല്ല, കണ്ടില്ല. ഓമനക്കുട്ടനെ ഞാൻ കണ്ടില്ല. കണ്ടെന്നാരാ പറഞ്ഞേ? പിന്നെ നിങ്ങൾ ആരെയാ കണ്ടേ? അനാഥനെ. അനാഥനോ? ആ, അനാഥൻ. നിങ്ങൾ എന്താണ് ആശാനെ ഈ പറയുന്നത്? ഓമനക്കുട്ടനെ കാണാൻ പോയിട്ട് അനാഥനെ കണ്ടിട്ട് എന്താ കാര്യം? ഓമനക്കുട്ടനെ കാണണമെങ്കിൽ അനാഥൻ സമ്മതിക്കണ്ടേ? അനാഥൻ അകത്തേക്ക് വിട്ടാലല്ലേ ഓമനക്കുട്ടനെ കാണാൻ നോക്കൂ. ഇവനാണെന്ന് അകത്ത് വിടാതിരിക്കാൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആൾക്കാരുടെ വീട്ടിൽ കയറുന്ന പറയാൻ ഇവൻ എന്താ അവകാശം? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. അല്ല ആശാനെ, ഇവൻ ആരാണെന്ന് ആശാനെ പറയുന്നത്? ഇവൻ ആരായാലും കൊള്ളാം. ഈ നാട്ടിൽ നടക്കുന്ന സർവ്വമാന വിവരങ്ങളും കണ്ടറിഞ്ഞോ കേട്ടറിഞ്ഞോ അവനറിയാം. നിങ്ങളെ പ്രത്യേകം അന്വേഷിച്ചതായിട്ട് പറയാൻ പറഞ്ഞു. എന്തിന്? ഞാൻ സെന്റ് ഓഫിന്റെ അന്ന് നടത്തിയ പ്രസംഗം ഉണ്ടല്ലോ, ആ കൊച്ചൻ അക്ഷരം പ്രതി കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കും. നിങ്ങൾ എന്തിനാ വരളുന്നത്? അല്ല, ഓർക്കാപ്പുറത്തൊരു അന്വേഷണം വരുമ്പോ അവൻ ആരാ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ?
എക്സ്ക്യൂസ് മീ, ഇങ്ങോട്ട് വരാമല്ലോ. ഇരിക്കൂ. ഞാൻ ഇവിടുത്തെ മഹിളാ സമാജം പ്രസിഡന്റാണ്. പക്ഷേ ഇവിടെ പെണ്ണുങ്ങളായിട്ട് ആരുമില്ല, ഞങ്ങൾ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അതെനിക്കറിയാം. ഞാൻ വന്നത് ഓമനക്കുട്ടനെ കാണാനാണ്. സോറി, ഇപ്പൊ കാണാൻ ബുദ്ധിമുട്ടാണല്ലോ. അത് പറയാൻ തീരുമാനിക്കാൻ ചെയ്യേണ്ടത് ഓമനക്കുട്ടനല്ലേ? ഓമനക്കുട്ടൻ അങ്ങനെ പറയാനും തീരുമാനിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല. ഞാൻ ഓമനക്കുട്ടന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എനിക്ക് ഓമനക്കുട്ടന്റെ അമ്മയും അച്ഛനും നല്ല പരിചയമുണ്ട്. പക്ഷെ അവർ പോലും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉള്ള കാര്യം. അമ്മയും അച്ഛനും അറിയാതെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ചെയ്യാറില്ലേ? ആ കൂട്ടത്തിൽപ്പെട്ടൊരു കാര്യമായിട്ട് ഇതിനെ കരുതിയാൽ മതി. ഞാൻ ഓമനക്കുട്ടന്റെ അമ്മയെ പോലെയാണ്. അമ്മയെ പോലെയാണ്, അമ്മയല്ലല്ലോ. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതല്ലാതെ മറ്റു വല്ലതും പറയാനുണ്ടോ? ഒരു പരിചയമില്ലാത്ത പേര് പോലും അറിയാത്ത നിങ്ങളോട് ഞാൻ എന്ത് പറയാനാണ്? അല്ല, എനിക്ക് പേരില്ലാന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട. പേരൊക്കെ ഉണ്ട്. അനാഥൻ. അനാഥനോ? ആ പേരിന് പിന്നെ ഒരു ഐശ്വര്യം ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. 7ാമത്തെ വയസ്സിൽ മരിച്ചുപോയ സുരേഷ് എന്നൊരു മകനില്ലേ, ആ പേരിൽ എന്നെ വിളിച്ചാൽ മതി. Right?